നമ്മുടെ ഏതാഗ്രഹങ്ങളും പടച്ചറപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരുപാട് അമലുകൾ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രസിദ്ധമാണ് 12,000 ബിസ്മിയുടെ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല്, അതേപോലെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകള്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതുപോലെ നമ്മൾ വീഡിയോയിൽ ഈ വിഷയം ആദ്യമായിട്ടാണ് പറയുന്നതെങ്കിലും പല ആളുകളും നമ്മെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു അമലുണ്ട്, മുജറബായ അമല്. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ഏതേത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും, മകളുടെ വിവാഹം നടക്കാനും, വീടുണ്ടാവാനും, കടങ്ങൾ വീടാനും, എന്ത് മുറാദാണോ മനസ്സിലുള്ളത്, അത് ഹലാലായ മുറാദാണോ അത് പൂർത്തീകരിക്കാൻ ഈ അമല് ധാരാളമാണ്. അതുകൊണ്ട് തന്നെ 12,000 ബിസ്മിയുടെ അമല് ചെയ്തവരും, സൂറത്തുൽ ഫത്ഹിന്റെ അമല് ചെയ്തവരും, സൂറത്ത് യാസീനിന്റെ അമല് ചെയ്തവരും അവർക്കൊക്കെ ഈ അമല് ഒരു ആവർത്തി കൂടെ ചെയ്യാം. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുണ്ട്, സ്വലാത്തുണ്ട്, അതേപോലെ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ നല്ലൊരു അമലാണ്. എല്ലാവരും ഇത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ആത്മാർത്ഥമായിട്ട്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ എപ്പോഴും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത്. ഇതാകുമ്പോൾ ഒരുവിധം ആളുകൾ കാണുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന അർത്ഥത്തിൽ ഈ ആഴ്ചയില് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായതുകൊണ്ട് ഈ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കൂല, നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കൂല. അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്കാണ് വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക. നമ്മളിവിടെ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ട് സ്ഥലം പറയാത്തതും ഫോൺ കോളിങ്ങിലൂടെ സ്ഥലം ബുക്കിംഗ് എടുക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കാത്തത്. അങ്ങനെ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ അനിയന്ത്രിതമായിട്ട് ആളുകൾ എത്തുമ്പോൾ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫോൺ വിളിക്കുന്ന ആളുകളൊക്കെ നേരിട്ട് കാണാനാണെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് എന്ന് വളരെ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഒരു 30 സെക്കൻഡ് കൊണ്ട്. കുറെ ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ അവരൊക്കെ ബിസി കാണിക്കുന്നത് നിങ്ങൾ ഈ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോള് വെക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് കൊണ്ട് വേഗം സ്ഥലവും പേരും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് വേഗം ബുക്ക് ചെയ്ത് കട്ട് ചെയ്താൽ ബാക്കിയുള്ളവർക്കും കൂടെ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്കും തന്നെ ഭാരം കുറയുകയും ചെയ്യും. ഏതായാലും നേരിട്ട് വരാനുള്ളതാണ്. വരുമ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ്, 7 മിനിറ്റ്, 5 മിനിറ്റ് ഒക്കെ സമയം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതും അല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിളിച്ച് അവസാനിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ.
ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുന്നത് പടച്ച റബ്ബാണ്. അതുകൊണ്ട് തന്നെ മനസ്സകങ്ങൾ നേറിക്കിടക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള സമയം തിരക്കുകൾക്കിടയിലും കണ്ടെത്തുക. അത് ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, അല്ലാഹു നമ്മോട് ചോദിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളത് ചോദിക്കണം, ചോദിച്ചു വാങ്ങിക്കണം. ചോദിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിൽ ഇറക്കി വെക്കാനുള്ള ഒരു സമയവും സാഹചര്യവും നമ്മൾ കണ്ടെത്താറുണ്ടോ? അല്ലെങ്കിൽ കണ്ടെത്തുന്ന സമയം കുറവല്ലേ? ഇത് പറയുമ്പോൾ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ പറയും എല്ലാ ദിവസവും ഞാൻ അള്ളാഹുവിനോട് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുന്നുണ്ട്, ധാരാളം ദിക്റുകൾ ചെയ്യുന്നുണ്ട്, വലിയ വലിയ ദിക്റുകളൊക്കെ നിരവധി തവണ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മറ്റൊരു സൈഡ് കൂടെ പറയുകയാണ്, മറ്റൊരു വശവും കൂടെ ഇതിനുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അള്ളാഹു നമുക്ക് നൽകുന്നത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമുക്ക് നൽകുക. ആ സമയത്താണ് നമുക്കത് ലഭിക്കാൻ ഏറ്റവും നല്ലത്, ഖൈറായ സമയം എന്ന് അള്ളാഹുവിനറിയാം. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം കഴിഞ്ഞു, ഇനി അള്ളാഹു അത് നമുക്ക് നൽകും, അത് കൃത്യമായ സമയത്ത് നൽകും. ഇത് പലപ്പോഴും കാണുന്നത് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ അമലാണ് 12,000 ബിസ്മിയുടെ അമല്. ആ 12,000 ബിസ്മിയുടെ അമൽ ഉൾപ്പെടെയുള്ള സൂറത്തുൽ ഫത്ഹിന്റെ അമല്, അങ്ങനെയുള്ള അമലുകളൊക്കെ ചെയ്ത് ചില ആളുകൾക്കൊക്കെ ഒരു വിശ്വാസക്കുറവ് കാരണമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്തോ ഒരു ഇത് കാരണമായിട്ട് അവർ പറയുന്നു, ഉസ്താദ് ഞാൻ കുറെ പ്രാവശ്യം ചൊല്ലി, എനിക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്ന്. എന്നാൽ നിങ്ങൾ ആ 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ആ വീഡിയോസിന് താഴെ നിങ്ങൾ കോമന്റ് സെഷൻ ഒന്ന് എടുത്തു നോക്കൂ. എത്ര കോമന്റുകളാണ് അതിൽ വന്നതെന്നറിയോ? ഒക്കെ ആഗ്രഹങ്ങൾ സാധിച്ചതും മുറാദുകൾ ഹാസിലായതൊക്കെ അതൊക്കെ അള്ളാഹു നൽകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ നമുക്ക് ചെയ്യാനുള്ള അമല് ചെയ്തു, ഇനി പ്രതീക്ഷയോടുകൂടി ഇരിക്കണം. ഫോർ എക്സാമ്പിൾ 12,000 ബിസ്മിയുടെ അമൽ ഒരാൾ ചെയ്തു, ഒരു 3 മാസമോ 4 മാസമോ ഒക്കെ വെയിറ്റ് ചെയ്യാം. എന്തിനു വെയിറ്റ് ചെയ്യുന്നു? അള്ളാഹുവിന് അറിയാം അത് എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടതെന്നുള്ളത്. അത് ആ അർഹിക്കുന്ന രൂപത്തിൽ നമുക്ക് എത്തേണ്ട സമയത്ത് അള്ളാഹു അത് നൽകിയിരിക്കും. ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അത് ഉണ്ടാവണം. കാരണം ദുനിയാവാണല്ലോ, ദുനിയാവിൽ അത് ഉണ്ടായാലേ ഇത് ദുനിയാവുള്ളൂ, ഇത് സ്വർഗമൊന്നല്ലോ. അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് അള്ളാഹു നമുക്കത് നൽകും. ഞാൻ എന്നോട് പറഞ്ഞ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന നിയ്യത്തിലാണ് ഇത്തരം അമലുകളൊക്കെ ചെയ്യേണ്ടത്. ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ചിന്തയിലേക്ക് വരാൻ പാടില്ല എന്നതാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സമയം തിരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സമയം, ഈ പറയുന്ന അമല് ചെയ്യാനാണെങ്കിലും ഏത് അമല് ചെയ്യാനാണെങ്കിലും നല്ലൊരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഒരു ദിവസത്തിൽ തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട്. ആഴ്ചയിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമുണ്ട്, മാസത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമുണ്ട്, വർഷത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമുണ്ട്. അല്ലേ? നമുക്കൊക്കെ അറിയാം ആഴ്ചയിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നത് സയ്യിദുൽ അയ്യാം എന്ന് പറയുന്ന ദിവസങ്ങളുടെ നേതാവ്, അല്ലേ? ഏറ്റവും ഖൈറായ ദിവസം, ഉത്തമ ദിനങ്ങളിൽ ഏറ്റവും ഖൈറായത് വെള്ളിയാഴ്ച. അതുകൊണ്ടാണ് നമ്മൾ 12,000 ബിസ്മിയുടെ അമല് ചെയ്യൽ എപ്പോഴും ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷേ അത് ചെയ്യാനും അത് തുടങ്ങാനും ഏറ്റവും ഖൈറായത് ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ തുടങ്ങലാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന അമൽ, അതേപോലെ ഓരോ ദിവസങ്ങളിലും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമുണ്ട്. നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 20 സന്ദർഭങ്ങൾ എന്നിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം കൃത്യമായി തിരഞ്ഞെടുത്ത് ആ സമയത്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന ഈ അമല് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം തിരഞ്ഞെടുക്കുക. നമ്മൾ ഇവിടുന്ന് ഒരു സമയം പറയും, ആ സമയം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ആ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതു സമയമാണോ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമുള്ളത് ആ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒന്ന് തുടങ്ങുക. ഈ അമല് വിശുദ്ധ ഖുർആനിലെ
പ്രധാനപ്പെട്ട ചില ആയത്തുകളുണ്ട്, അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുണ്ട്, അതേപോലെ തന്നെ ഹദീസിലൊക്കെ വന്ന ഒരു ദുആ ഉണ്ട്. ഇതൊക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു അമലാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ അസ്മാഉൽ ഹുസ്നയുമായിട്ട് ബന്ധമുള്ള ആളുകളാകുമ്പോൾ, വടക്ക് നമ്മളെല്ലാം മനസ്സിലാക്കണം, അസ്മാഉൽ ഹുസ്നയുമായിട്ട് ബന്ധമുള്ള ആളാകുമ്പോൾ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധമുള്ളയാള്, ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആയത്തുകളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഓതുന്ന ഈ ആയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ബന്ധം ഉള്ള ആയത്തായിരിക്കില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ഡെയിലി റൊട്ടീനിൽ കൊണ്ടുവരുന്ന ആയത്തുകളിൽപ്പെട്ട ആയത്തല്ലാത്തത് കൊണ്ട് ഇത് പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടായാൽ മതി. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഓതുന്ന ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഒരു യാസീൻ ഓതുന്ന ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള ബന്ധമുണ്ടാകും. അപ്പൊ അത് കൂടുതൽ ഇജാബത്ത് ഉണ്ടാകാൻ കാരണമാകും. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഇതില്. അപ്പൊ സ്വലാത്ത്, ഈ അമലിൽ സ്വലാത്ത് ഉണ്ട്. അപ്പൊ സ്വലാത്തുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ റിസൾട്ട് ലഭിക്കും. അപ്പൊ നമുക്ക് ഇതിനോടൊക്കെ ഒരു കണക്ഷൻ വേണമെന്നാണ് പറഞ്ഞു വരുന്ന ഇതിന്റെ ആശയം. അപ്പൊ നമുക്ക് ആ അമലിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം 3 സമയങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നുകിൽ ഇത് സുബ്ഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ ആ ഇരുത്തത്തിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക. പൂർത്തീകരിക്കാൻ കഴിയൂലെങ്കിൽ ആ സമയത്ത് തുടങ്ങുന്ന സമയം നല്ല സമയമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത്, പൊരേക്കൂടലൊക്കെ നടക്കുന്ന സമയത്ത്, മക്കളുടെ വിവാഹങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് എല്ലാം തുടക്കം നന്നായിരിക്കുക. വിവാഹത്തിന്റെ തുടക്കം നന്നായാൽ എല്ലാം മനോഹരമായിരിക്കും. ഒരു പൊരേക്കൂടല് ഹൗസ് വാമിംഗ് നടക്കുമ്പോൾ അതിന്റെ തുടക്കം തന്നെ നല്ല ആലിമീങ്ങളെയും സയ്യിദുമാരെയൊക്കെ കൊണ്ടുവന്ന് നല്ല ബറക്കത്തോടു കൂടെ തുടങ്ങിയാൽ അത് ആ വീട്ടിൽ ഒരുപാട് കാലം ബറക്കത്തുണ്ടാവാൻ കാരണമാകും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ തുടക്കം എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളതാണ്. അത് ഹറാമോടുകൂടെയോ അല്ലെങ്കിൽ എന്താ ഒരു അശുഭമായിട്ടൊക്കെ തുടങ്ങിയാലേ അതിലൊന്നൊരു ബറക്കത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല സമയം തിരഞ്ഞെടുക്കുക. അതിന് നമ്മൾ പറഞ്ഞ സമയമാണ് സുബ്ഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഒക്കെ ശേഷമായിട്ടുള്ള ഒരു നല്ല സമയം അങ്ങ് തിരഞ്ഞെടുത്ത് ആ സമയത്ത് നല്ല റാഹത്തോടുകൂടെ കാമിലായ വുളു എടുത്ത്, അതൊക്കെ ദുആക്ക് ഇജാബത്തിന്റെ കാരണമാണ്. അതാണ് അങ്ങനെ പറയുന്നത്. കാമിലായ വുളു എടുത്ത് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ അമൽ ചെയ്യാൻ വേണ്ടിയിരിക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ 100 തവണ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, നല്ല അക്ഷരശുദ്ധിയോടുകൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ചില ആളുകൾക്ക് ഈ സംസാരത്തിന് സ്ഫുടത ഉണ്ടാവില്ല. അതിന്റെ ഇടയ്ക്ക് പറയണം, സംസാരത്തിന് സ്ഫുടത ഉണ്ടാവില്ല, വ്യക്തമായിട്ട് അക്ഷരങ്ങൾ പുറപ്പെടുവിച്ച് സംസാരിക്കാൻ കഴിയൂല. അതേപോലെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഇടങ്ങറും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്ഫുടമായിട്ട് സംസാരിക്കാൻ കഴിയൂല. അത്തരം ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടിപ്പ് ഉണ്ട്. നമ്മൾ 5 വഖത്ത് വുളു എടുക്കുന്ന സമയത്ത് ആ വുളുഇന്റെ കൂടെ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മിസ്വാക്ക് ചെയ്യൽ അത് പതിവാക്കുന്ന ആളുകൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അവർക്ക് സംസാരത്തിൽ സ്ഫുടതയുണ്ടാകും, വ്യക്തതയുണ്ടാകും, നല്ലൊരു ഫ്രഷ്നെസ് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും വുളു എടുത്തിട്ടാണല്ലോ കിടന്നുറങ്ങുക. ആ സമയത്ത് ബ്രഷ് ചെയ്യുന്ന ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ, മിസ്വാക്ക് ചെയ്യുന്ന ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഗൗരവമുള്ള സുന്നത്തും കൂടെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാകി ഇൻദ കുല്ലി വുളൂ. എൻ്റെ ഉമ്മത്തായ നമ്മെക്കുറിച്ചാ പറയുന്നത്, നമുക്കൊക്കെ ബുദ്ധിമുട്ടാകൂല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബ്രഷ് ചെയ്യല് അത് നിർബന്ധമാക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ മിസ്വാക്ക് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഭൗതികമായ നേട്ടങ്ങളിൽപ്പെട്ട ഒരു നേട്ടമാണ്. ഒരുപാട് നേട്ടങ്ങളുണ്ട് ഭൗതികമായ നേട്ടങ്ങൾ. അതിൽപ്പെട്ട ഒരു നേട്ടമാണ് നമ്മുടെ സംസാരത്തിന് നല്ല സ്ഫുടത ഉണ്ടാകുന്നുള്ളത്. ചില ആളുകളൊക്കെ സംസാരിക്കുന്നില്ലേ, എന്ത് സ്ഫുടമായിട്ട് സംസാരിക്കുക. ആ ശബ്ദത്തിലും ആ സംസാരത്തിന്റെ ആ ഒരു വ്യക്തതയിലേക്ക് ആകൃഷ്ടരായി പോകും നമ്മളൊക്കെ. അങ്ങനെ സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. ഈ ബ്രഷ് ചെയ്യുന്നത് പതിവാക്കിക്കൊള്ളു, അതിന്റെ ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നല്ലൊരു സമയം തിരഞ്ഞെടുത്ത് നല്ല ശുദ്ധിയോടെ വൃത്തിയോടെ ഇരിക്കുക. കാമിലായ വുളു എടുക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഈ സംസാരത്തിന്റെ സ്ഫുടതയിലേക്ക് വന്നത്. കാമിലായ വുളു എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷൊക്കെ ചെയ്ത് എല്ലാ സുന്നത്തുകളും പാലിച്ച് വുളു എടുക്കുക. അങ്ങനെ കാമിലായ വുളു എടുത്ത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ ഖിബിലയിലേക്ക് മുന്നിട്ട് അങ്ങനെ ഇരുന്ന് അതേ ഇരുത്തത്തിൽ ഇരിക്കുക എന്ന് എപ്പോഴും നമ്മൾ അമലുകളിൽ പറയാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി
വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഒരാൾ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ അങ്ങനെ ഇരുന്ന് കാലുകൾ ചലിപ്പിക്കാതെ അതേ ഇരുത്തത്തിൽ അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ മലക്കുകള് അവന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച ചെയ്യുന്നത് കണ്ടില്ല. തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുആക്ക് ഇജാബത്തുള്ള കാരണം. അപ്പൊ അതേപോലെ അതേ ഇരുത്തത്തിലിരുന്ന് സ്റ്റാർട്ടിങ് അങ്ങനെ ആവുക. 100 ഇസ്തിഗ്ഫാർ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ അതൊരു 100 തവണ ചൊല്ലി. ഇതൊക്കെ 100 എന്ന് പറയുമ്പോൾ കൂടുതലാണെന്ന് വിചാരിക്കരുത്. വളരെ പെട്ടെന്ന് നമ്മുടെ തസ്ബീഹ് മാലയിലെ ജപമണികൾ ഇങ്ങനെ മറിച്ചു ചൊല്ലാവുന്നതേ ഉള്ളൂ. അപ്പൊ 100 ഇസ്തിഗ്ഫാർ, 100 തഹ്ലീൽ അതങ്ങനെ ചൊല്ലിയിട്ട് 100 സ്വലാത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ചൊല്ലാം. ഒരു 5 മിനിറ്റ് ഇതിനൊക്കെ ആവശ്യം വരുള്ളൂ ട്ടോ. അങ്ങനെ ഇത് 3 ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ ഒരു ആയത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്ക് ഇത് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. പലപ്പോഴും പലർക്കും ഡിസ്പ്ലേയിൽ കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ്. ഇത്തിരിയും കൂടി വലുതാക്കും. സൂറത്തു ദാരിയാത്തിലെ 22-ാമത്തെ ആയത്ത്, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ وفي السماء رزقكم وما توعدون 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 وفي السماء رزقكم وما توعدون. ഇതിങ്ങനെ 100 തവണ ചൊല്ലുക. ഇത് 100 തവണ ചൊല്ലിയതിന്റെ ശേഷം യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ 129 തവണ വളരെ പെട്ടെന്ന് കഴിയും. യാ ലത്തീഫു യാ അല്ലാഹ്, ത ആണ് ത അല്ല. അപ്പോൾ യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് 129 തവണ ചൊല്ലാം. അതിനുശേഷം ഒരായത്ത് കൂടെ കാണിക്കുന്നുണ്ട്. إن الله هو الرزاق ذو القوة المتين إن الله هو الرزاق ذو القوة المتين إن الله هو الرزاق ذو القوة المتين. ഇത് ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ ആത്മാർത്ഥമായിട്ടുള്ള ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. എത്ര തവണ? 140 തവണ ഈ ഒരു ആയത്ത് കൂടെ ഓതുക. അങ്ങനെ 140 തവണ ആ ആയത്ത് ഓതിയതിന്റെ ശേഷം ഒരു ദുആ ചെയ്യാനുണ്ട്. ആ ദുആ ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. ആ ദുആ اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي اللهم وسع لي اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي എന്ന് പറയുന്ന ഈ ശ്രേഷ്ഠമായ ഈ ദുആ ഹദീസിലൊക്കെ വന്ന ദുആ ആണ്.
ഈ ദുആ പതിവാക്കിയിട്ട് 7 സ്വലാത്തോടുകൂടെ ഈ അമൽ പൂർത്തീകരിക്കുക. ഇതാണ് ആ അമൽ. 7 സ്വലാത്തോടുകൂടെ ഈ അമൽ പൂർത്തീകരിക്കുക. ഇങ്ങനെ ഒരാൾ ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ അമൽ കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങളൊക്കെ എനിക്ക് തീർത്തു തരണം. എൻ്റെ മകന് ജോലിയില്ല, എൻ്റെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ, കുടുംബജീവിതത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ്, അതൊക്കെ തീർത്തു തരണമെന്ന നിയ്യത്തോടുകൂടെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ അമലങ്ങ് ചെയ്യാം. ഈ അമല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. യഥാർത്ഥത്തിൽ അമല് ചെയ്യാന്ന് നമ്മൾ പ്രയോഗിക്കണം. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം. അങ്ങനെ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കാരണമാകും. കാരണം ഇത് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള അമലാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മ കൊണ്ടുള്ള അമലാണ്. ഇതിലെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ ഉണ്ട് ഇതിൽ. അതേപോലെ തന്നെ തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ശ്രേഷ്ഠമായത് അതുണ്ട്. അതേപോലെ തന്നെ ഹദീസിൽ വന്ന ദുആ ഉണ്ട്. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായൊരു ഇസ്മുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ വളരെ ശ്രേഷ്ഠതയുള്ള, വളരെ ഫലം ചെയ്യുന്ന ഒരു അമലാണ്. അപ്പൊ ഇത് ഒരൊറ്റ ഇരുത്തത്തിൽ ചെല്ലാൻ കഴിയുന്നവരും ഉണ്ടാകും, അല്ലാത്തവരുണ്ടാകും. ഒറ്റ ഇരുത്തത്തിൽ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഒരു ദിവസം മാറ്റി വെച്ചാൽ, ഒരു സമയം മാറ്റി, ഒരു ദിവസം മാറ്റി വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഒരു സമയം മാറ്റി വെച്ചാൽ ആ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ, അവർക്ക് എങ്ങനെയാണോ ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ ചെയ്ത് പൂർത്തീകരിക്കാം. തുടക്കം ഞാൻ ആ പറഞ്ഞതുപോലെ തഹജ്ജുദിന്റെ സമയത്താവുക. ഒന്നുകിൽ തഹജ്ജുദിന്റെ സമയം. രണ്ടാമത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ. ഇതൊക്കെ തുടങ്ങിയാൽ മതി ആ സമയം. രണ്ടാമത്തെ സമയം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ. അപ്പൊ 3 സമയം പറഞ്ഞു. തഹജ്ജുദിന്റെ സമയം, സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം. ഇനി ഈ 3 സമയം സാധിക്കുന്നില്ല, ഡ്യൂട്ടികൾക്കിടയിലും ജോലികൾക്കിടയിലൊക്കെ കഴിയാത്തവരാണ്, ക്ഷീണം കാരണമൊന്നും കഴിയുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷമായിരിക്കും. എന്തായാലും നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ. ളുഹ്റോ അസ്റോ മഗ്രിബോ ഇശാ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം തുടങ്ങൽ അങ്ങനെയായിരിക്കും. പിന്നെ ജോലികൾക്കിടയിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇത്തരം അമലുകളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ ആരാ ചെയ്യാ, ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. എത്രയോ ചെറുപ്പക്കാരെ ഞാൻ ആലോചിച്ചു നോക്കുക, എത്രയോ ചെറുപ്പക്കാരെ നമ്മൾ ഈ പറയുന്ന വീഡിയോസുകൾ കണ്ട് കൃത്യമായി ഓരോ അമലും ചെയ്യുന്നവരാണ്. നമ്മുടെ ഈ വീഡിയോ ഞാൻ അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എൻ്റെ വാട്സപ്പിൽ ഒരാൾ അയച്ചതാണ്. അവര് ടിക്ടോക്ക് എന്ന് പറയുന്ന വിദേശത്തൊക്കെ നമ്മളെ നാട്ടിൽ നിരോധിച്ചതാണല്ലോ, ആ പ്ലാറ്റ്ഫോമിൽ ആരോ ഷെയർ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടു. ഒരു അമലിന്റെ വീഡിയോ 12 ബിസ്മിയുടെ, അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട അമല്. അത് കണ്ട് ആ പ്രവാസികളിലേക്ക് അത് എത്തിയിട്ട് എത്രയോ ചെറുപ്പക്കാരെ പ്രവാസികൾ ഈ അമല് ചെയ്തു. നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച എത്രയോ അമലുകളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലം സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഈമാനും നമ്മുടെ തഖ്വയൊക്കെ കുറഞ്ഞു പോവാണ്. അതെല്ലാവരുടെയും അങ്ങനെ തന്നെ കുറഞ്ഞു പോവാണ്. മുൻകാലക്കാരുടെ അത്ര ഈമാനും തഖ്വയും ഖുശൂഉം ആ വിശ്വാസവും പിൻകാലക്കാർക്ക് ഉണ്ടാകുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈമാനൊക്കെ കുറഞ്ഞുപോയി, ആളുകൾക്ക് ഭയമില്ലാതെയായി, എന്തും തോന്നിയതുപോലെ ചെയ്യാമെന്നായി, തെറ്റുകൾ വർദ്ധിച്ചു വന്നു, ആരെയും കൂസാതെ നടക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പലരും എത്തിക്കൊണ്ടിരിക്കുന്നു. വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് പറയുകയും വേണ്ട. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെ ഒരു അഴിച്ചിട്ടതുപോലെ കുത്തഴിഞ്ഞ ജീവിതമായപ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽപ്പെട്ട പരീക്ഷണങ്ങളുമായേക്കാം ഇത്തരം പരീക്ഷണങ്ങൾ 2 രൂപത്തിൽ വരും. ഒന്നീ കുത്തഴിഞ്ഞ ജീവിതം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ലൊരു പരീക്ഷണം തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ
പരീക്ഷിക്കും. നല്ലൊരു പരീക്ഷണം. അതെന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണം നിന്ന് പരീക്ഷിക്കുന്നത്? അവൻ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് പരീക്ഷണം വന്നേക്കാം. അല്ലാതെ ചിലപ്പോൾ പരീക്ഷണം വരും. നല്ല ഇബാദത്തില് 5 വഖത്ത് പള്ളിയിൽ നിസ്കരിക്കുന്ന, സുബഹിക്ക് തഹജ്ജുദിന് പള്ളിയിലെത്തുന്ന, ആ പള്ളിയിലെ മുക്രി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ്, വാങ്കൊടുക്കാനുള്ള മുക്രി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് പള്ളിയിലെത്തുന്ന ഹാജിയാർക്കും പരീക്ഷണം വരും. ആ പരീക്ഷണം എന്തിനാ? ആ ഹാജിയാർ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കൃത്യമായി കിതാബിലുണ്ട് കേട്ടോ. ഞാനതിന്റെ അറബി വായിച്ച് സങ്കീർണമാക്കാത്തത് കൊണ്ടാണ്. ആ ഹാജിയാർ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടമുള്ള ഹാജിയാർക്ക് അള്ളാഹു ഒരു സ്ഥാനം കരുതിയിട്ടുണ്ട്. ആ സ്ഥാനം സ്വർഗത്തിന്റെ ഉന്നതമായ ഒരു സ്ഥാനമാണ്. അപ്പൊ ഈ ഹാജിയാരുടെ അമല് പൊതുവിൽ നല്ല കൂടുതലാണ്. അമല് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ളുഹാ നിസ്കരിക്കുന്നുണ്ട്, വിത്ർ നിസ്കരിക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാ സുന്നത്തുകളും നിസ്കരിക്കും. അതോടൊപ്പം ജമാഅത്ത് ഒഴിവാക്കൂല. ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കർമ്മങ്ങൾ ചെയ്താൽ പോലും ഈ ഹാജിയാർക്ക് അള്ളാഹു ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനം സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അതിനടുത്തെത്താനും കഴിയുന്നുള്ളൂ. അതിലേക്ക് എത്താൻ കഴിയണം എന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു പരീക്ഷണം കൊടുത്ത് ആ പരീക്ഷണത്തിൽ വിജയിച്ച് ആ പരീക്ഷണത്തിൽ ക്ഷമിച്ച് അതിന്റെ കൂലിയും കൂടെ അതിലേക്ക് ചേർത്തുമ്പോഴേ ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ അതിലേക്ക് എത്തിയിട്ട് ആ പരീക്ഷണങ്ങൾ പരീക്ഷിച്ച് അതിൽ ക്ഷമിച്ച് അതിൽ അള്ളാഹുവിനോട് പരാതികളൊന്നും പറയാതെ പൂർണ്ണമായും ക്ഷമിച്ച് അതിന്റെ പ്രതിഫലവും ഈ ഹാജിയാർ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലവും തമ്മിൽ കൂട്ടുമ്പോൾ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും. അതങ്ങനെ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തല, അള്ളാഹു അവനെ പരീക്ഷിക്കും. അതെന്തിനാണ് പരീക്ഷിക്കുന്നത്? ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മുടെ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ പരീക്ഷണങ്ങളിലും അത് എങ്ങനെയുള്ള പരീക്ഷണങ്ങളാണെങ്കിലും നമ്മൾ ക്ഷമിക്കാം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമായേക്കാം ഒരു പക്ഷേ ഈ തന്നിട്ടുള്ള പരീക്ഷണം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 2 രൂപങ്ങളിലുള്ള പരീക്ഷണങ്ങൾ വരുന്ന ഒരു രൂപം ആ രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഏത് പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പടച്ച റബ്ബിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഒരു തവണയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, പിന്നെയും ചെയ്തു നോക്കുക. ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ ആ സമയത്ത് അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് അതിന് മറുപടി നൽകും. അള്ളാഹു എത്രയോ ആളുകളെ വർഷങ്ങളോളം പരീക്ഷിച്ച് ആ പരീക്ഷണങ്ങളിൽ എത്ര കാലം ദുആ ചെയ്തിട്ടാണ് ഇജാബത്ത് കിട്ടിയത്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അള്ളാഹു നൽകിയത് അയ്യൂബ് നബിക്കാണ്. അയ്യൂബ് നബിയുടെ രോഗം എത്ര കാലം കഴിഞ്ഞിട്ടാണ് ശിഫയായതല്ലേ. മഹാനരായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നഷ്ടപ്പെട്ടു അല്ലേ. എത്ര തവണയാണ് കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിലേക്ക് ദുആ ചെയ്തത്. എപ്പോഴാണ് തിരിച്ചു കിട്ടിയത്? നമുക്ക് ചരിത്രങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. അങ്ങനെ നമുക്ക് മുമ്പേ കടന്നുപോയവർക്കൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടിയ സമയം നോക്കുമ്പോൾ ഒക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ട്, വർഷങ്ങൾ കഴിഞ്ഞവരുണ്ട്, 100 വർഷം കഴിഞ്ഞ് അമ്പിയാക്കൾക്ക് ജവാബ് കിട്ടിയതുണ്ട്, ഉത്തരം ലഭിച്ചതുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക. ഓരോ അമലുകളും ചെയ്യുമ്പോൾ ആത്മാർത്ഥതയിൽ ചെയ്യാം. ഇത് അള്ളൊന്നും കേൾക്കുന്നില്ല എന്നുള്ള രൂപത്തിലേക്കൊന്നും എത്തരുത്. പുതിയ കാലത്ത് നിരീശ്വരവാദികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. അങ്ങനെ അള്ളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ, അള്ളാഹു അത്തരക്കാരെ തൊട്ടും കുത്തഴിഞ്ഞ് ജീവിക്കുന്നവരെ തൊട്ടൊക്കെ നമുക്ക് വലിയ ഹൈഫിൽ നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ പാതയിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലുകളും ചെയ്തു വെക്കാം. 12000 ബിസ്മിയുടെ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല്, യാ ലത്തീഫിന്റെ അമല്, സൂറത്ത് യാസീനിന്റെ അമല്, അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമല്, ഇങ്ങനെ പറയപ്പെട്ട എല്ലാ അമലുകളും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാം. നമുക്ക് റിസൾട്ട് കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം. പല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയുമ്പോൾ അള്ളാഹു നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ഈ ആഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല. അടുത്ത ആഴ്ചയാണ് കൺസൾട്ടേഷൻ ഉള്ളത്. അടുത്ത ആഴ്ചത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്ക് ശേഷം
ശേഷം മാത്രമാണ് വിളിക്കേണ്ടത്. പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് കോൾ വെക്കുന്ന രൂപത്തിലേക്കാകണം. പല ആളുകളും വിളിക്കുമ്പോൾ ബിസി കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കോൾ പെട്ടെന്ന് വെക്കാത്തത് കൊണ്ടാണ് എന്നറിയിക്കണം. മറ്റുള്ളവരുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് 12,000 ബിസ്മിയുടെ അമലൊക്കെ ചെയ്തു നോക്കുക. അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം, വസിയത്ത് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.